ഹലോ ഗായ്സ്, ഇപ്പം അങ്ങനെ എനിക്കും ഈ സെർവറിൽ ആദ്യത്തെ മീഡിയ ടാഗ് കിട്ടിയിട്ടുണ്ട്. ഈ മീഡിയ ടാഗ് നമ്മുടെ യൂട്യൂബ്സിനകത്ത് കിട്ടുമോ? നിങ്ങൾക്കും ഈ മീഡിയ ടാഗ് വേണമെങ്കിൽ നിങ്ങൾ ഈ സെർവറിനെ പറ്റി 2 വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മീഡിയ ടാഗ് കിട്ടും. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബേസ് മാറ്റിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പഴയ ബേസിൽ നിന്ന് കുറേ ദൂരെയാണ് ഈ ബേസ് വെച്ചിട്ടുണ്ട്. അന്നത്തെ പോലെ എൻ്റെ ബേസിൻ്റെ കോർഡിനേറ്റ്സും ഞാൻ എഴുതി തരത്തില്ല. പിന്നെ ഇവിടെ കുറേ അടിയിലാണ് ഞാൻ വെച്ചത്. പിന്നെ ജസ്റ്റ് നോക്കിയാൽ ഞാൻ ബേസ് ഉണ്ടാക്കി കുറച്ച് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ വാല്യുബിൾ ഐറ്റംസ് വെച്ച സ്ഥലം. റീസ്മ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ റീസ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തുകൂടെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ഒന്ന് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം. നല്ലൊരു ബേസ് ആക്കണം, കാണാൻ നല്ല ലുക്ക് ആകണം. നമുക്ക് ഇവിടെ നിന്ന് പൊളിക്കാം. ഞാൻ സ്പീഡിൽ കാണിക്കാം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഈ സ്ഥലം ഇവിടെ പൊളിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിന്ന് കുറച്ചൊരു ടൂട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് പ്ലാങ്ക് ആക്കിയിട്ട് നമ്മുടെ സ്റ്റോറേജ് കുറച്ചും വലുതാക്കാം. ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് 6 ഡബിൾ ചെസ് ഉണ്ടാക്കാം. 6 ചെസ് ഉണ്ടാക്കാം. നമുക്കിത് രണ്ടും ഇവിടെ ഒന്ന് ഇവിടുത്തെ ഒന്ന് ഇവിടെ ഇവിടെ 2 ഇവിടെ ഒന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഗൾപ്പൊന്ന് കഴിയാം. ഈ ഗൾപ്പിൽ നിന്ന് സ്പീഡിൽ കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹങ്കർ പെട്ടെന്ന് കൂടുതലില്ല. അയൺ 2 അയൺ. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. എൻ്റെ അതിൽ നിന്ന് ഒരു അയൺ കിട്ടിയായിരുന്നു. നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫർണസ് ഉണ്ടാകുന്ന സ്മെൽറ്റിങ് ഏരിയ ഇത് റെഡിയാക്കട്ടെ. ഇവിടെ ഇവിടെ പറയാം. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഞാൻ പിടിച്ചോണ്ടല്ലേ. ഓക്കെ, എന്നാൽ ഇവിടെ 2 ചെസ്റ്റ് ഒന്നിവിടെ. ഇനി ഫർണസ് യൂസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഗ്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ നിന്ന് 6 കോളം എടുത്തിട്ട് നമ്മുടെ ഫർണസ് വയ്ക്കാം. നമ്മൾ ഒരു കൂട്ട് വെച്ചിട്ടുണ്ടല്ലോ അയൺ സ്മെൽറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി കുറച്ച് വന്നിട്ട് സ്മെൽറ്റാണ്. നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തോ നോക്കാം. 2 അയൺ ആയിട്ടുണ്ട്. ഓക്കെ, 2 അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ വാല്യുബിൾ ഐറ്റംസിൻ്റെ കൂടെ വയ്ക്കാം. ഇതെടുത്ത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഡീപ് സെറ്റ്. എന്നാൽ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്യാൻ പോവാം. ഞാൻ വുഡ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഇടയ്ക്ക് ബാക്കറി ഇറങ്ങിയിട്ട് ആക്ഷൻ സ്റ്റെഫനൊക്കെ നമ്മൾ ഹോൾഡ് ഐറ്റംസ് എന്നൊരു മോഡ് പാക്ക് ഉണ്ട്. ക്ലൈൻറ്റ് സൈഡ് മോഡാണത്. ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ ഒന്ന് സെറ്റ് ചെയ്യാം. സ്ട്രിപ്പ് മൈൻ ചെയ്യാൻ അത് മതി. നമുക്ക് ഡയമണ്ട് അടിക്കാൻ പോവാം. നല്ല ആനിമേഷൻ ഉണ്ട് ഇതിന്. ഇനി നമുക്ക് ബെഡ് റോക്ക് ലെവലിനോട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഡയമണ്ട് തപ്പാം. നമുക്ക് നമ്മുടെ റെസ്റ്റോൺ കണ്ടിട്ടുണ്ട്. നമുക്ക് അൻപിക്കേസ് വേണം പൊട്ടിക്കാൻ. കുറച്ച് മൈൻ ചെയ്യട്ടെ ഗൈസ്. ഇവിടെ ഫുള്ള് നമ്മുടെ ടോർച്ച് വയ്ക്കണം, അല്ലേ ഇവിടെ മോബ് സ്പോണാവും. താഴെറങ്ങിയ പിന്നെ എനിക്ക് ഫുള്ള് ചാവും. പിന്നെ നമുക്ക് ടോർച്ച് എടുത്ത് വയ്ക്കാം. ടോർച്ച് ഇടാം. ഇന്നത്തെ 31 ഡോസ് നമുക്ക് പകുതി എടുക്കാം. ഗ്രാഫിക്സ് ഉണ്ട്. ഈ ഹോൾഡ് മൈ ഐറ്റംസ് എന്ന് പറയുന്ന ഈ മോഡ് പാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ മൈൻ ചെയ്യാം. നമ്മൾ കുറേ മൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ഡയമണ്ടും കിട്ടിയിട്ടില്ല. നമുക്ക് വീഡിയോയുടെ കുറേ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ബേസ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ പോകാം. ലാഡർ നല്ല ഇതുണ്ടല്ലേ, ക്വാളിറ്റി 3D ലുക്കുണ്ട്.
ഇതിനില്ലല്ലോ അക്രിലിക്. നമ്മൾ കൈ പിടിക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. നല്ല അനിമേഷനാണ് അതിന്. നമുക്ക് നമ്മുടെ ഡീസറ്റ് കൈ എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രിക്സ് ഉണ്ടാക്കണം. പോളിഷ്ഡ് ഡീസറ്റ് ഉണ്ടാക്കണം. നമുക്ക് സ്മെൽറ്റ് ചെയ്യേണ്ടായിരുന്നല്ലേ ഇത് പോളിഷ്ഡ് ഡീസറ്റ് ഉണ്ടാക്കാൻ. നമുക്ക് ഇത് ബ്രിക്സ് ഉണ്ട്, അത് ബ്രിക്സും ക്രാഫ്റ്റ് ചെയ്ത്. ഓക്കെ, എന്നാൽ 28 ബ്രിക്സ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പോളിഷ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് 20 മിസ് 67 16 കിട്ടിയിട്ടുണ്ട് പോളിഷ്ഡ് ഡീസറ്റ്. നമുക്കിത് ഫുള്ള് ബ്രിക്സ് ആക്കണം. ഇതിൽ നിന്നിരിക്കുന്ന കൂടെ നമുക്ക് ചെയ്യാം. പോളിഷ്ഡ് ഡീസറ്റ്, ബ്രിക്സ്. നമുക്ക് സൈഡ് ഫുള്ള് പൊളിക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ അയൺ പിക്കേഴ്സ് കൈ എടുത്തേക്കാം. ഇവിടെ നമ്മുടെ അയൺ ഉണ്ടല്ലേ, നമുക്ക് ഫുള്ള് പൊളിക്കാം. അത് ഓക്കെ, നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്ക് ബ്രിക്ക് വയ്ക്കാം. എന്ത് സൗണ്ട് ഇട്ടല്ലേ, വാർഡൻ്റെ സ്ഥലമാണ്. മറ്റേ ഏൻഷ്യൻ്റ് സിറ്റി അല്ലോ ആയിരിക്കും. ഞാൻ ഇവിടെ വയ്ക്കുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് ടോർച്ച് ഓടിച്ചിട്ട് ഇവിടോട്ട് ചെയ്യാം. നമുക്ക് മറ്റേ സൈഡ് കൂടി ചെയ്യണം. ഇത് ഫുള്ള് പൊട്ടിച്ചിട്ട് നമ്മൾ കാണിക്കാം. പിന്നെ നിങ്ങൾ മാക്സിമം ഈ സർവർ ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു സർവറാണ്. ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ച് പോരടിക്കും. ഞാൻ സ്പീഡ് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഫുള്ള് പൊടിച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡും കൂടെ വെച്ചാൽ മതി. നമുക്കത് ഫുള്ള് ഈ സൈഡിലത്തെ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആകാം. ഇങ്ങോട്ട് ഇവിടെ ഉണ്ടാകാനല്ലേ ഇത് പൊട്ടിച്ചാട്ടെ. ഇതും പൊട്ടിച്ചില്ല, ഭാഗത്തും കൂടെ ഉറച്ചിരിക്കാം. ഗൈസ്, മേളത്തെ കൂടെ പൊട്ടിക്കാം. ഫുള്ള് ബ്രിക്ക് വയ്ക്കട്ടെ. എവിടെ നമുക്ക് ബ്രിക്ക് വയ്ക്കാം. നമുക്ക് ഇതിനടുത്ത് ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ പിക്കാക്സ് തൊട്ട് പോയി നമുക്ക് കുറേ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ തെറ്റിയാന്നല്ലേ, അവിടെ ഇവിടെ തെറ്റിയാണ്. നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ബ്രിക്ക് വയ്ക്കാം.
അത് നമ്മൾ ബ്രിക്ക് വെച്ചാണ് വേണ്ടത്. മുകളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് താറ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ അതുപോലത്തെ ഒരു ഫ്ലോർ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഫുള്ള് പൊട്ടിക്കട്ടെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ബ്ലോക്കെല്ലാം മേഡ് ചെയ്യാം. നമുക്ക് ഇതുണ്ടാക്കാം. ഇത് കുറച്ച് നല്ലതാണ്. ഇനി നമുക്ക് ഇവിടെ തറ ഫുള്ള് പൊട്ടിക്കണം. എന്നിട്ട് ഇത് വയ്ക്കണം. നമ്മൾ തറ ഫുൾ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചാൽ ഫുൾ ഫിനിഷ് ആകും. ഡയമണ്ട്സ്. ഈ നമ്മുടെ ആദ്യത്തെ ഡയമണ്ട്സ് ഇട്ടിട്ടുണ്ട്. അടുത്ത ഡയമണ്ട് നമ്മുടെ ബേസിൻ്റെ അടി തന്നെ ഉണ്ടാകുന്ന 2 ഡയമണ്ട്. ഇനി വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ അയൺ പിക്കേഴ്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുത്ത് സേഫാക്കി ചെയ്യാം. ഇവിടെ നമ്മുടെ ബ്ലോക്സ് ആണ്. നമ്മുടെ ഈ വുഡ് വെച്ചെടുക്കട്ടെ. പിക്കേഴ്സ് എന്ത് ചെയ്യുക, പിക്കേഴ്സ് ക്രാഫ്റ്റ് ചെയ്യാം. അയൺ പിക്കാക്സ്. നമുക്ക് ഫുള്ള് പൊട്ടിച്ചെടുക്കാം. ഇപ്പോഴാണെങ്കിൽ ഡയമണ്ട് അച്ചീവ്മെൻ്റ് ആണ് നമ്മൾ. ഇവിടെ ഇനി വേറെ ഡയമണ്ട് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ പിക്കാക്സ് ഡയമണ്ട് കൊണ്ടുവയ്ക്കാം. നമുക്ക് ഫ്ലോറിൻ്റെ പണി തുടങ്ങാം. ഇങ്ങനെ 6 ആക്കാൻ വേണ്ടി വയ്ക്കാൻ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ സ്റ്റെയറും കൂടെ അങ്ങ് ശരിയാക്കാം. ഇവിടെ നമുക്കിവിടെ നമ്മുടെ സ്ലാബും കൂടെ വയ്ക്കാം. ഇപ്പം നമ്മുടെ ബേസിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബേസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.